നമ്മൾ സാധാരണ കണ്ടു കാണും. കഴിഞ്ഞൊരു 5-6 മാസമായിട്ട് ആക്സിഡൻ്റ്, ദിവസ ആക്സിഡൻ്റാണ്. 2025 ജൂണോടുകൂടിയേ ചൊവ്വ മാറുള്ളൂ. അതുവരെ ചൊവ്വ ഇനി വക്രത്തിലേക്ക് സഞ്ചരിക്കും. ഡയറക്റ്റ്ലി വന്ന് കാണാൻ ആൾക്കാർ ശ്രമിക്കുന്നില്ല, പക്ഷേ ഫോണിൽ കൂടെയോ ആൾക്കാർ കാണാതെയും ഈ പറയുന്ന കൺസൾട്ടേഷൻ നടത്തുന്നുണ്ട്. ഈ ജ്യോതിഷത്തിൽ വിശ്വാസമില്ല എന്ന് പറയുന്നത് ഒരു മിഥ്യയാണ്. അതെ, അതൊരു സ്റ്റാൻഡാണ്. ഇപ്പോൾ എന്താ ജ്യോത്സ്യൻ്റെ അടുത്ത് പോവുക, ഒരു നാണക്കേട്. പക്ഷെ അതേ സമയത്ത് ആരും കാണാതെ ജ്യോത്സ്യൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് ആൾക്കാർ. ചില ഡോക്ടർമാർക്ക് പോയി ഒരു ഡോസ് മരുന്ന് കൊണ്ടൊരു ഉറപ്പാണ്. ഓരോ ഡോക്ടറെ അടുത്ത് പോയി എത്ര മരുന്നില്ല. അത് ദൈവാധീനം, അത് കൊടുക്കുന്നതിനൊരു പുണ്യം. എല്ലാ ആംഗിളിലും അനലൈസ് ചെയ്തിട്ട് ഇപ്പം പുറത്ത് 10 പേര് കാത്തിരിക്കുന്നു, പെട്ടെന്ന് പറഞ്ഞുവിടുക, അങ്ങനെയല്ല. ഒരാൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ ആ ആളെ നമ്മൾ 100%, നമ്മളെ മനസ്സോടുകൂടി 100%. കർക്കിടകത്തിൽ ചൊവ്വ നിന്നാൽ, അതെ, ഇപ്പോൾ സാറേ കർക്കിടകത്തിലാണ് ചൊവ്വ ഉള്ളത് അല്ലേ? അപ്പോൾ ഈ ചൊവ്വ നീചരാശിയിലാണ്. അതെ. ഈ നീചരാശി, ഉച്ചം എന്നൊക്കെ പറയുമ്പോൾ സാധാരണപ്പെട്ടവർക്കൊന്നും മനസ്സിലാവില്ല. സോ നമ്മൾക്ക് എങ്ങനെ സാധാരണപ്പെട്ട ആൾക്കാരെ നല്ലൊരു വഴികാട്ടിയായിട്ട് മാറ്റാൻ പറ്റും? ഈ ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു രാത്രി കൊണ്ടുപോകുന്ന ഒരു ടോർച്ചാണല്ലോ അല്ലേ? നല്ലൊരു ജ്യോതിഷനും അങ്ങനെയാണ്. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും ഇപ്പം നടക്കുന്ന ഈ കർക്കിടകത്തിലെ ചൊവ്വ വരുന്ന സമയങ്ങളിൽ ദുരനുഭവങ്ങൾ കൂടുതലാണെന്ന് പറയുന്നുണ്ട്. റോഡ് ആക്സിഡൻസ്, അല്ലെങ്കിൽ ബ്രേക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് സാധാരണ രീതിയിൽ ഒരു ജ്യോതിഷനത് പറഞ്ഞു കൊടുക്കുന്നത്. സാറിന് ഇതിപ്പോൾ എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും? അതിലുപരി ഒരു ജ്യോതിഷനെ എന്തിന് കാണണം? സാർ ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. നമ്മൾ സാധാരണ ഒരു ജ്യോത്സ്യൻ ആവണം എന്ന് പറഞ്ഞാൽ നമ്മളെ ജോലി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക്, നമ്മളെ മുമ്പിൽ വരുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന് നല്ലൊരു പോസിറ്റീവ് എനർജി കൊടുക്കുക. ഒരു ജ്യോത്സ്യനെ കാണാൻ ഒരാൾ വരിക, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണാൻ ഒരാൾ പോവുക, അവരുടെ ബുദ്ധിമുട്ടുള്ള സമയത്ത് മാത്രമേ പോകുള്ളൂ. ഒരു നല്ലൊരു സമയത്ത് ഒരാൾ ജ്യോത്സ്യൻ്റെ അടുത്ത് പോകില്ല, ഒരു ഡോക്ടറെ അടുത്ത് പോകില്ല. അപ്പോൾ സ്വാഭാവികമായി അസ്വസ്ഥകൾ, പ്രയാസങ്ങൾ വരുമ്പോഴാണ് ജ്യോത്സ്യൻ്റെ അടുത്ത് പോകുന്നത്. അപ്പം ജ്യോത്സ്യൻ്റെ ഒരു ധർമ്മമുണ്ട്. ജ്യോത്സ്യൻ ഇഷ്ടമുണ്ടെങ്കിൽ മണി മേക്കിങ്, പൈസ ഇങ്ങനെ പോക്കറ്റിൽ എത്ര പൈസ ഉണ്ട്, എനിക്ക് എത്ര കിട്ടുമെന്നല്ല, നമ്മൾ ചെയ്യുന്ന ഒരു ധർമ്മമാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്ന ഒരു ധർമ്മമാണ്. നമുക്ക് ജീവിക്കാനുള്ള പൈസ ദൈവം തരും. ഒരു ജ്യോത്സ്യനെ ജീവിക്കാനുള്ള മാന്യമായി പെരുമാറുന്ന ജ്യോത്സ്യന് മാന്യമായുള്ള പൈസ ദൈവം തരും. അപ്പം നമ്മൾ ഒരാളെ ബുദ്ധിമുട്ടിച്ചിട്ട് നമ്മൾ പൈസ പഠിക്കാം. അദ്ദേഹത്തിന് ഒരു ജാതകത്തിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും. ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ ജോലി അദ്ദേഹത്തിനെ പോസിറ്റീവ് ആക്കിയിട്ട് ഉയർത്തിക്കൊണ്ടുവരിക. അതിനകത്ത് ദോഷങ്ങളുണ്ടാവും. ദോഷങ്ങൾ പറയാനൊരു സമയമുണ്ട്. ആദ്യം വന്ന് ഇത്രയൊന്നും നല്ല കാര്യമുള്ളൂ, അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ആളെ പോസിറ്റീവായി കൊണ്ടുവന്നു, ആൾ പോസിറ്റീവായി ഓക്കെ ഇവിടെ വന്ന് നന്നായി എന്ന് തോന്നുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ന് തന്നെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകൾക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഓവർകം ചെയ്ത് പോകാൻ പറ്റും. ചീറ്റിംഗ് അല്ല, ഓപ്പണായിട്ട് അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പോഴത്തെ സമയത്ത് ചൊവ്വ നിൽക്കുന്നത് കർക്കിടക രാശിയിലാണ്. സാധാരണയായിട്ട് ചൊവ്വ ഒരു രാശിയിൽ നിൽക്കുന്നത് 49 ദിവസമാണ്. ചില സമയങ്ങളിൽ ചൊവ്വ അതിചാരം പെട്ടെന്ന് രാശി മാറും. ചില സമയത്ത് ചൊവ്വ വക്രം പുറകോട്ട് സഞ്ചരിക്കുക. ചില സമയത്ത് ആ നിന്ന് അവിടെ തന്നെ നിൽക്കുക, ആ രാശിയിൽ തന്നെ നിൽക്കുക. ഇപ്പോഴങ്ങനത്തെ ഒരു അവസ്ഥയാണ് നടക്കുന്നത്. കർക്കിടകത്തിൽ ചൊവ്വയുടെ നീചരാശി അല്പം പോലും നിലവില്ലാത്ത അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. പിന്നെ സാധാരണയായിട്ട് ചൊവ്വക്കൊരു പ്രത്യേകത എടുത്തുചാട്ടം. ഏതൊരാൾക്കും ചൊവ്വയുടെ സ്വാധീനം വരുന്ന സമയത്ത് എന്തും ചെയ്യാം, ഏതും ചെയ്യാം, ഒരു ധൈര്യം വരുന്നത്. തെറ്റായ ധൈര്യമാണ് എടുത്ത് ചാടാന്നുള്ളത്. പക്ഷേ അങ്ങനെ വരിക. ചൊവ്വയുടെ കൂടെ കേതു നിൽക്കുക, അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയം, അല്ലെങ്കിൽ കേതു ചൊവ്വയെ നോക്കുക, അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പോഴപ്പോൾ ഇപ്പോഴത്തെ സമയത്ത് നമ്മൾ സാധാരണ കണ്ടു കാണും. കഴിഞ്ഞൊരു 5-6 മാസമായിട്ട് ആക്സിഡൻ്റ്, ദിവസ ആക്സിഡൻ്റാണ്. എടുത്തുചാട്ടം, ഓവർ സ്പീഡ്, മറ്റുള്ളവർ വണ്ടി ഓടിക്കുന്നു ഞാൻ ഓടിക്കുന്നു നോക്കാതെ അങ്ങനെ പറയാം. അപ്പോൾ ഇനിയും ഈ അപകടങ്ങൾ തുടരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ചൊവ്വ കർക്കിടക രാശിയിൽ നിന്ന് മാറണമെങ്കിൽ 2025 ജൂണോടുകൂടിയേ ചൊവ്വ മാറുള്ളൂ. അതുവരെ ചൊവ്വ ഇനി വക്രത്തിലേക്ക് സഞ്ചരിക്കും അടുത്ത മാസം മുതൽ. അപ്പോൾ ഒന്നുകൂടി അപകടങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് പൊതുജനങ്ങൾക്ക് ബോധവൽക്കരിച്ചിട്ട് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ വളരെ സൂക്ഷിച്ചും കെയർഫുള്ളായിട്ടും പിന്നെ ആ സമയത്ത് യാത്ര ചെയ്യാതിരിക്കുക, ഓവർ സ്പീഡിൽ പോകാതിരിക്കുക, അങ്ങനെ ഓവർടേക്കിങ് കെയർഫുള്ളായിരിക്കുക, അങ്ങനെ പല പ്രിക്കോഷൻസ് എടുക്കാനുള്ള
ഉന്നത അധികാരി സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ജനങ്ങളെ ബോധവാന്മാരാക്കുക. അങ്ങനെ നമുക്കൊരു പരിധി വരെ കുറക്കാൻ പറ്റും. ഈ ജ്യോതിഷത്തിനെ വിശ്വസിക്കുകയോ വിശ്വാസമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. വിശ്വസിക്കുന്നവർക്ക് നല്ലൊരു ഗുണപാഠമായിരിക്കും, വളരെ വലിയൊരു ഇൻഫോർമേറ്റീവാണ്. അതായത് വരുന്ന ദിവസങ്ങളിൽ ചൊവ്വ റിട്രോഗ്രേഡിലേക്ക് പോകുന്ന സമയത്ത് പീക്കായിരിക്കും, ഈ ആക്സിഡൻറ്റിൻ്റെ എണ്ണം കൂടുതലായിരിക്കും എന്നുള്ളതാണ് സാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും വിജിലൻ്റ് ആകുക. ഇതിൽ നിന്നും കുറച്ചുകൂടെ അവർ ഫോക്കസ്ഡ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ എണ്ണം കുറയുമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചൊവ്വയ്ക്ക് വേണ്ടിയുള്ള ഇപ്പം അവരുടെ ഈ പറയുന്ന ഗ്രഹസ്ഥിതി നോക്കിയതിന് ശേഷം അങ്ങനെ ഒരു ചാൻസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങൾ കാണാൻ ശ്രമിക്കുക. ചൊവ്വയെ ബലപ്പെടുത്തുക. തീർച്ചയായിട്ടും ചൊവ്വ നീചത്തിൽ നിൽക്കുമ്പോഴല്ലേ ബുദ്ധിമുട്ടുകളൊക്കെ തരുന്നു. ചൊവ്വയെ നമ്മൾ ബലപ്പെടുത്താം. അപ്പോൾ ചൊവ്വയെ ബലപ്പെടുത്തണമെങ്കിൽ നമ്മൾ ജാതകത്തിൽ നോക്കിയിട്ട് ഇദ്ദേഹത്തിന് ചൊവ്വയെ ബലപ്പെടുത്തിയാൽ ഗുണമുണ്ടാവുമോ ദോഷം ഉണ്ടാവുമോ ആ നോക്കിയിട്ട് വേണം നമ്മൾ ബലപ്പെടുത്താൻ വേണ്ടി. അല്ലാതെ ബലപ്പെടുത്തി കഴിഞ്ഞാൽ ഗുണത്തിലേറെ ദോഷം വരും. ജ്യോതിഷി എന്ന് പറയുന്നത് എല്ലാ ആംഗിളിലും അനലൈസ് ചെയ്തിട്ട് ഇപ്പം പുറത്ത് 10 പേര് കാത്തിരിക്കുന്നു, പെട്ടെന്ന് പറഞ്ഞു വിടുക, അങ്ങനെയല്ല. ഒരാൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ ആ ആളെ നമ്മൾ 100% നമ്മളെ മനസ്സോടുകൂടി 100% അദ്ദേഹത്തിന് സഹായം ചെയ്തു കൊടുത്ത ശേഷമേ നമ്മൾ വേറെ വർക്കിലേക്ക് പോകും. അല്ലാതെ കുറേ പേര് കുറേ കാശ് അതല്ല. പക്ഷെ നമ്മളൊരു കസ്റ്റമർ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ ആ കസ്റ്റമറെ പോസിറ്റീവ് ആക്കി ഇപ്പോൾ ഒരാൾ നന്നായി കഴിച്ചാൽ അത്ര സമൂഹത്തിന് നല്ലതാണ്. തീർച്ചയായിട്ടും. പിന്നെ വേറൊരു കാര്യം കൂടി, ഈ ജ്യോതിഷത്തിൽ വിശ്വാസമില്ല എന്ന് പറയുന്നത് ഒരു മിഥ്യയാണ്. അതെ, അതൊരു സ്റ്റാൻഡാണ്. ഇപ്പോൾ എന്താ ജ്യോത്സ്യൻ്റെ അടുത്ത് പോവുക, ഒരു നാണക്കേട്. പക്ഷെ അതേ സമയത്ത് ആരും കാണാതെ ജ്യോത്സ്യൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് ആൾക്കാർ എൻ്റെ അനുഭവം വെച്ചിട്ട് ജ്യോത്സ്യനെ കുറ്റം പറയുന്ന ആള് ആരും കാണാതെ നമ്മുടെ അടുത്ത് വന്ന് കൺസൾട്ട് ചെയ്ത് വളരെ നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ജ്യോത്സ്യനായിരിക്കണം. ശരിയാ, അത് ഫസ്റ്റ് നിർബന്ധമാണ്. അപ്പോൾ ജ്യോതിഷത്തിൽ ഒരാൾ വരികയാണെന്ന് പറഞ്ഞാൽ അത് ദൈവാധീനം കൊണ്ട് വരുന്ന, തീർച്ചയായിട്ടും, അല്ലാതെ സ്വന്തം എഫിഷ്യൻസി അല്ല. ഒരുപാട് ഡോക്ടർമാരുണ്ട്, ചില ഡോക്ടർമാർക്ക് ഒരു ഡോസ് മരുന്ന് കൊണ്ട് രോഗം മാറും, ഓരോ ഡോക്ടറെ അടുത്ത് പോയി എത്ര മരുന്നുകളില്ല. അത് ദൈവാധീനം, അത് കൊടുക്കുന്നതിനൊരു പുണ്യം അത് വേണം. പുണ്യം നേടാൻ ജ്യോതിഷത്തിൽ ചില ധർമ്മങ്ങളുണ്ട്, ശരിയാ, ചില വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ നല്ലൊരു ജ്യോത്സ്യരാകാൻ പറ്റൂ. നമ്മുടെ സമൂഹത്തിന് ഏറ്റവും നല്ല കാര്യം ചെയ്യാൻ ഒരു ജ്യോത്സ്യന് പറ്റും. അതെ, സന്തോഷം. സാറ് പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ദൈവാധീനം ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾ നല്ല ദൈവത്തിൻ്റെ അടുത്ത് എത്തിപ്പെടുകയുള്ളൂ. നമ്പർ 1. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷമാണ് സാറേ ഓൾമോസ്റ്റ് പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ എണ്ണം കൂടിയത്. അസ്ട്രോളജിക്കൽ കൺസൾട്ടേഷൻ, എല്ലാവർക്കും റവന്യൂ ഉണ്ട്, ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. സാറ് പറഞ്ഞ പോലെ ഡയറക്റ്റ്ലി വന്ന് കാണാൻ ആൾക്കാർ ശ്രമിക്കുന്നില്ല, പക്ഷേ ഫോണിൽ കൂടെയോ ആൾക്കാർ കാണാതെയും ഈ പറയുന്ന കൺസൾട്ടേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ ജ്യോതിഷം ആൾക്കാർക്ക് വിശ്വാസമാണ്, പുറത്ത് പറയാനുള്ള മടിയാണ് പല ആൾക്കാരും ഡയറക്റ്റ്ലി കൺസൾട്ടേഷന് പോകാത്തത്. ഇതുപോലെ നല്ല ജ്യോതിഷന്മാരെ കൺസൾട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന നല്ല കാര്യങ്ങളെ കുറച്ചുകൂടെ ബലപ്പെടുത്തുകയും അതിലുപരി വരാൻ പോകുന്ന കോൺസിക്വൻസിനെ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായിട്ടും നല്ല പരിഹാരങ്ങൾ തേടി മുന്നോട്ട് പോകാനും പറ്റും. നന്ദി, നമസ്കാരം.